റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായെന്ന് SIT. 2025 പാളികൾ കൊണ്ടുപോയതിൽ ഇടപെടൽ നടത്തിയോ എന്നതും പരിശോധിക്കും. തന്ത്രിയുടെ വീട്ടിലും ബന്ധുവീടുകളിലും പരിശോധന നടത്താനാണ് SITയുടെ നീക്കം. അതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ EDയുടെ അന്വേഷണവും ഊർജിതമാണ്. പ്രതികളുടെ അക്കൗണ്ട് രേഖകൾ പരിശോധിക്കും. പത്മകുമാറടക്കം റിമാൻഡിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യാൻ ഉടൻ അപേക്ഷ നൽകും. അതേസമയം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ചേരും. തന്ത്രിയുടെ അറസ്റ്റിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തും. വിവരങ്ങളുമായി ഹരിമോഹൻ, S ശരൺ, ശരത് SS, R ഋഷിപാൽ എന്നിവർ ചേരുന്നു. ആദ്യം ഹരിമോഹനിലേക്ക്. ഹരിമോഹൻ, നിർണായകമായ വിവരങ്ങൾ SIT ശേഖരിച്ചു തുടങ്ങിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ തന്ത്രിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് സാമ്പത്തിക ഇടപാടുകളിലേക്ക് SIT കടക്കുകയാണോ? അരുൺ, തീർച്ചയായിട്ടും സാമ്പത്തിക ഇടപാടുകളിലേക്ക് കടക്കുക എന്നുള്ളത് മാത്രമല്ല, സാമ്പത്തിക ഇടപാട് നടന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് കൂടി SIT എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്ന് മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ SIT ബഹുദൂരം മുന്നിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് SIT നടത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവനുമായി പലവട്ടം സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടക്കം, അതായത് ഇപ്പോൾ ഈ ഔദ്യോഗികമായുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് അല്ല, മറിച്ച് പല അക്കൗണ്ടുകൾ ഈ രാജീവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കൗണ്ടുകൾ SIT ഇതിനോടകം തന്നെ പരിശോധിച്ചു കഴിഞ്ഞു. ഇതിൽ ദുരൂഹമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള പല ഇടപാടുകളും കണ്ടെത്തി കഴിഞ്ഞു. ഇത് ഇരുവരും തമ്മിൽ നടത്തിയതാണ് എന്നുള്ളത് കൂടിയാണ് SIT സ്ഥിരീകരിക്കുന്നത്. ഇനി അതിനകത്ത് കൂടുതൽ അന്വേഷണം വേണ്ടിവരും, കൂടുതൽ പരിശോധന വേണ്ടിവരും. എന്ത് കാര്യത്തിനാണ് ഈ പണമിടപാട് നടത്തിയിട്ടുള്ളത്, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് SIT ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൂടുതൽ തെളിവുകൾ കൂടി കരസ്ഥമാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വീടുകളിൽ, പ്രത്യേകിച്ച് ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വീട്, മറ്റ് താഴ്മൺ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്ത്രിക്ക് വളരെ അടുപ്പമുള്ള വീടുകൾ, ഒപ്പം തന്നെ പരികർമ്മിയുടേതടക്കമുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഇവിടങ്ങളിൽ കൂടുതൽ പരിശോധന നടത്താനാണ് SIT തയ്യാറെടുക്കുന്നത്. ഇന്നും നാളെയുമായി പരിശോധന പൂർത്തീകരിക്കാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ടാണ് SIT ഇതിനെ വിലയിരുത്തുന്നത്. കാരണം സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു വിവരമായിരിക്കും അത്. അതോടൊപ്പമാണ് തന്ത്രിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിനെയും ആദ്യഘട്ടത്തിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടി SIT തയ്യാറെടുക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ നൽകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം അടുത്ത ഘട്ടം എന്നോണം തന്ത്രിക്ക് പരിചയമുണ്ടായിരുന്ന, ഈ ഗൂഢാലോചനയിലടക്കം പങ്കെടുത്ത പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൂടി കസ്റ്റഡിയിൽ വാങ്ങാനാണ് SIT തയ്യാറെടുക്കുന്നത്. ഇവരെല്ലാവരിൽ നിന്ന് ലഭിക്കുന്ന മൊഴികൾ വളരെ നിർണായകമായിരിക്കും. കാരണം ഇതേവരെ തൊണ്ടി മുതൽ കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഈ സ്വർണം എവിടെ പോയി എന്നൊരു പക്ഷേ ഇനിയിപ്പോൾ നടത്തുന്ന ചോദ്യം ചെയ്യലിൽ കണ്ടെത്താൻ സാധിച്ചേക്കും. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് SIT കരുതുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ചൊവ്വാഴ്ചയോടുകൂടി SIT മറ്റൊരു റിപ്പോർട്ട് കൂടി കോടതിയിൽ നൽകും. അതായത് ആദ്യത്തെ കേസിൽ, ഇപ്പോൾ രണ്ടാമത്തെ കേസ് കട്ടിളപ്പാളി കേസിൽ മാത്രമാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ കേസിൽ കൂടി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് SIT തയ്യാറെടുക്കുന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടാമത്തെ കേസിൽ, അതായത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ഔദ്യോഗികമായി രേഖാമൂലമുള്ള ഒരു കാര്യങ്ങളും എഴുതി നൽകിയിട്ടില്ല. അതായത് അനുജ്ഞ അത്തരത്തിൽ നൽകിയിട്ടില്ല. മറിച്ച് ആദ്യം ദ്വാരപാലക പാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് തന്ത്രി രേഖാമൂലം തന്നെ അത് എഴുതി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്ത്രിയെ ആ കേസിൽ കൂടി പ്രതി ചേർക്കാനാണ് SIT ഒരുങ്ങുന്നത്. അരുൺ, ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കേസിലും ദ്വാരപാലക ശില്പപാളി കേസിലും തന്ത്രി രാജീവ് കണ്ഠരര് പ്രതിയാകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നു SIT. അതിൽ പ്രാഥമികമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ തന്ത്രിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായി SIT മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ EDയുടെ അന്വേഷണത്തിലും രാജീവ് കണ്ഠരര് കുടുങ്ങും.